അഖില കേരള ധീവരസഭ ചാവക്കാട് താലൂക്ക് കമ്മിറ്റി 19ാമത് താലൂക്ക് സമ്മേളനം നാട്ടിക സർവീസ് സഹകരണ ഹാളിൽ ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുൻ എംഎൽഎ വി ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. ധീവര സമുദായത്തെ പട്ടികജാതിയിൽ ഉൾപ്പെടുത്തണമെന്നും നിർത്തലാക്കിയ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും സർക്കാർ പാസാക്കിയ കരിനിയമങ്ങൾ ഭേദഗതി ചെയ്യണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ദിനകരൻ ആവശ്യപ്പെട്ടു. ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു പ്രതിസന്ധിയിലാണ്. 50 വർഷം പൂർത്തിയാക്കി. പക്ഷേ ഞങ്ങൾ നേടിയെടുത്ത പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഭരണകർത്താക്കൾ നീതിപൂർവ്വം പ്രവർത്തിക്കേണ്ടവരാണ്. എല്ലാവരെയും ചേർത്ത് നിർത്തേണ്ടവരാണ്. ചിലരെ ചേർത്ത് നിർത്തുകയും നമ്മളെപ്പോലെയുള്ളവരെ അകലത്തിൽ നിർത്തുകയും ചെയ്യുന്ന അവസ്ഥ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വനനിയമം പിൻവലിക്കാൻ തയ്യാറായ സർക്കാർ, റബ്ബറിന് സുരക്ഷിതമായ വില പ്രഖ്യാപിക്കാൻ തയ്യാറായ സർക്കാർ, നമ്മളെ സംബന്ധിക്കുന്ന നമ്മളെ ഇല്ലായ്മ ചെയ്യുന്ന 3 കരിനിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കരിനിയമങ്ങൾ പിൻവലിക്കേണ്ട, അത് ഭേദഗതി ചെയ്യാനുള്ള മനോഭാവങ്ങൾ ഉണ്ടാകണം. മലയോര മേഖലയിലുള്ളവരോട് കാണിക്കുന്ന സ്നേഹവും അതുപോലെയൊക്കെ ജനനിബിഡമായ പ്രദേശങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന തീരദേശവാസികളോട് കാണിക്കാനൊരു മനോഭാവം ഉണ്ടാകണം. തീരദേശത്തുള്ളവരുടെ വോട്ടിൻ്റെ വിലയും മറ്റെവിടെയുള്ളവരുടെ വോട്ടിൻ്റെയും വിലയും ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ ഭരണം നിർവഹിക്കുന്നവർ തയ്യാറാകണം. പക്ഷപാതപരമായ സമീപനം ഒഴിവാക്കണം. നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾ തിരിച്ചു തരാനുള്ള മനോഭാവം ഉണ്ടാക്കണം. നഷ്ടപ്പെട്ടതല്ല, നഷ്ടപ്പെടുത്തിയ ആനുകൂല്യങ്ങൾ തിരിച്ചു തരാനുള്ള മനോഭാവം. പെരിങ്ങാട് 234 ഏക്കർ 18 സെന്റ് പുഴ ഫോറസ്റ്റായി നോട്ടിഫിക്കേഷൻ നടത്തിയ നടപടി റദ്ദ് ചെയ്യണമെന്നും സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. യോഗത്തിൽ ധീവരസഭ താലൂക്ക് പ്രസിഡന്റ് UB മണികണ്ഠൻ അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് MV വാരിജാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി. പണ്ഡിറ്റ് കറുപ്പൻ സാംസ്കാരിക സമിതി സംസ്ഥാന സെക്രട്ടറി AR ശിവജി, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി PV ജനാർദ്ദനൻ, ജില്ലാ പ്രസിഡന്റ് KV തമ്പി, ജില്ലാ സെക്രട്ടറി TV ശ്രീജിത്ത്, ജോഷി ബ്ലാങ്ങാട്, UM സുബ്രഹ്മണ്യൻ, റോഷ്നി ടീച്ചർ, സരിത ടീച്ചർ, ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി, PK വിജയൻ എന്നിവർ സംസാരിച്ചു.